ഹായ് ഓൾ, എൻ്റെ പേര് അഖിൽ ദേവ്. മലയാളം പൈത്തൺ ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പ്രോഗ്രാമിംഗ് ടാസ്കുകളിൽ, എസ്പെഷ്യലി ലെങ്തി ആയിട്ടുള്ള ടാസ്കുകളിൽ ഒരുപാട് ലൈൻസ് ഓഫ് കോഡ്സ് യൂസ് ചെയ്യും. ഇത് തന്നെ പലതും എന്താണ് റിപ്പീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചില കോഡുകൾ ഒരു സ്ഥലത്ത് യൂസ് ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ കോഡുകൾ എന്താണ് പല സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ തവണ എന്ത് ചെയ്യും, ഈ കോഡ് റിപ്പീറ്റായിട്ട് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്തിടും അല്ലേ. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത്തരം സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ്സിനെ നമുക്ക് ഫങ്ഷൻ എന്ന് പറയും. ഇതിൻ്റെ യൂസ് എന്താണ്, നമുക്ക് ഈ ഫങ്ഷൻ്റെ നെയിം വിളിച്ചാൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എന്താണ് ഈ കോഡ്സിനെ റിപ്പീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരിക്കൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ എത്ര തവണ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫങ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പ്രിൻ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് കാണാൻ ഇപ്പോൾ സ്ട്രിങ്ങിലും ലിസ്റ്റിലൊക്കെ ലെങ്ത് LEN എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാറ്റ ടൈപ്സ് കാണാൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ. ഇതൊക്കെ എന്താണ് ഫങ്ഷൻ എക്സാമ്പിൾ. അപ്പോൾ ഫങ്ഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇൻബിൽറ്റ് ഫങ്ഷൻസ് ആണ്. പ്രിൻ്റ്, അതുപോലെ തന്നെ ടൈപ്പ്, അതുപോലെ ലെങ്ത് LEN, ഇതൊക്കെ ഇൻബിൽറ്റ് ആണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലേ. പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫങ്ഷനാണ് പ്രിൻ്റൊക്കെ. ഞാൻ പ്രിൻറ്റിനെ എടുത്തിട്ട് പ്രിൻ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അല്ലേ പാരാന്തസിൽ നെയിം, ഒബ്ജക്റ്റ് നെയിം എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് പ്രിൻ്റ് ചെയ്ത് കിട്ടും അല്ലേ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. ഇനി എന്താണ് ടൈപ്പ് കൊടുത്തതിന് ശേഷം പാരാന്തസിൽ എന്താണ് ജസ്റ്റ് ഒബ്ജക്റ്റ് നെയിം കൊടുത്താൽ മാത്രം മതി. ഇത് ഓൾറെഡി പൈത്തൺ സെറ്റ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇൻബിൽറ്റ് ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ വെച്ചാൽ യൂസർക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യുന്ന ഫങ്ഷൻ. ഓക്കെ, അതുകൂടാതെ ഒരു ഫങ്ഷൻ കൂടിയുണ്ട്, അതാണ് ലാംഡ ഫങ്ഷൻ അല്ലെങ്കിൽ അനോണിമസ് ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഇൻബിൽറ്റ് ഫങ്ഷൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് ഇൻബിൽറ്റ് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അല്ലേ. ഞാൻ നെക്സ്റ്റ് പോകുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഡിലേക്ക്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഫങ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്താണ് നോക്കാം. അപ്പോൾ നമുക്കൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഫങ്ഷനാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുക DEF അല്ലെങ്കിൽ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു. എന്തിനാണത്, ഒരു ഫങ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കീവേഡ് സ്റ്റാർട്ടിങ്ങിൽ ഈ കീവേഡ് കൊടുക്കണം. ശേഷം സ്പേസ് കൊടുത്ത് ഞാൻ കൊടുക്കുന്നതാണ് ഫങ്ഷൻ്റെ നെയിം. ഞാനിപ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യാനെ കൊണ്ട് ആഡ് അല്ലെങ്കിൽ add_num എന്നുള്ളൊരു വേരിയബിൾ നെയിം, ഒരു ഫങ്ഷൻ നെയിമാണ് കൊടുക്കുന്നത്. ദെൻ ഞാൻ പാരാന്തസിസ് കൊടുത്തു. എന്തിനാണ് പാരാന്തസിസ്? പാരാന്തസിസിൽ നമ്മൾ പാരാമീറ്റേഴ്സ് നമുക്ക് പാസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ 1 ഞാൻ num1 കൊടുത്തു, നമ്പർ 2 എന്ന് വെച്ചാൽ എനിക്ക് എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണോ, ഞാനിപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ് ബിൽഡ് ചെയ്യുന്നത്. സോ എനിക്ക് 2 പാരാമീറ്റേഴ്സാണ് ഞാനിവിടെ കൊടുക്കുന്നത്, നമ്പർ 1ഉം അതുപോലെ നമ്പർ 2. പാരാമീറ്റർ മീൻസ് ഫങ്ഷൻ്റെ പാരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള വാരിയബിൾ നെയിമിനാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പാരാമീറ്റേഴ്സിലേക്കാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക. എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം, 5ഉം 6ഉം. അപ്പോൾ ഞാൻ 5 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് ഫസ്റ്റ് പാരാമീറ്ററിൽ, അതായത് നമ്പർ 1ലേക്കും 6 പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻറ്റ് നമ്പർ 2ലേക്കും പാസ് ചെയ്യും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ദെൻ നമ്മൾ കോളം കൊടുക്കുകയാണ്. കോളം കൊടുത്ത് എൻറോൾ കൊടുത്താൽ നേരത്തെ നമ്മൾ ചെയ്തതാണ് കണ്ടീഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലേ, കൃത്യമായിട്ടുള്ള ഇൻഡൻറ്റേഷൻ അവിടെ കൊടുക്കും. ദെൻ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഓപ്പറേഷൻ കൃത്യമായിട്ട് ഇതാണ് ഫംഗ്ഷൻ്റെ ഇവിടെ ഇനി ഞാൻ കൊടുക്കുന്ന എന്താണ് ഫംഗ്ഷൻ്റെ ബോഡിയിലേക്കാണ് ഈ ഇൻഡൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ബോഡിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോഡിയിൽ നമുക്ക് എല്ലാ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഈ ബോഡിയിൽ കൃത്യമായിട്ട് നമ്മൾ ആ ഓപ്പറേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ സം ചെയ്യാണ്, സം ഓഫ് നമ്പേഴ്സ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് കൊടുക്കുകയാണ്.
സം ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു എന്താണ്, ഞാൻ നമ്പർ 1 അതുപോലെ അല്ലെങ്കിൽ num1 പ്ലസ് num2 അല്ലേ, ഇത് രണ്ടും ആഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ആഡ് ചെയ്തിട്ട് ഈ ഒരു വേരിയബിൾ നെയിം അതെന്താണ് സം ഓഫ് നമ്പറിലേക്ക് സേവ് ചെയ്യണം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട് കിട്ടണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കണം. ഓക്കെ, പ്രിൻ്റ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സം ഓഫ് നം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് റൺ ചെയ്യാണ്, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇതൊന്ന് ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യം, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ബിൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ 2 നമ്പേഴ്സിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിനെന്ത് ചെയ്യണം, ആദ്യം ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യണം. ഫംഗ്ഷൻ നെയിം എന്താണ്, ആഡ് നം അല്ലേ, ഇതല്ലേ ഫംഗ്ഷൻ നെയിം. ദെൻ ഇവിടെ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, പാരാന്തീസ് കൊടുത്തു. അതിൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെ, നമ്പർ 1 കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 ആണ് ഫസ്റ്റ് നമ്പർ. ഇപ്പോൾ കോമ നമ്പർ 2 ഇതാണ് 8 കൊടുത്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 14 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റ് ക്ലിയർ ആക്കി പറഞ്ഞതാണ്. എനിക്ക് ഏതൊക്കെയാണോ വാല്യൂസ്, ഇപ്പം ഞാൻ കൊടുക്കുന്ന വാല്യൂസ് എനിക്ക് 6ഉം 8ഉം ആണ് ആഡ് ചെയ്ത് കിട്ടേണ്ടത്. അതാണ് ആർഗ്യുമെൻറ്റ്സ്. ആ ആർഗ്യുമെൻറ്റ്സ് റെസ്പെക്റ്റീവ്ലി എങ്ങോട്ട് പോകും, 6 എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്പർ 1ലേക്കും കൊടുക്കും, 8 എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്പർ 2 എന്ന പാരാമീറ്റേഴ്സിലേക്കും കൊടുക്കും. ഇതാണ് പാരാമീറ്റർ ആർഗ്യുമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇനി നമുക്ക് എന്താണ് ഇതേ ഫംഗ്ഷനിൽ എന്താണ്, ഇപ്പം ഞാൻ ആഡ് നമ്പർ കൊടുത്തു. ഇനി വേറെ രണ്ട് നമ്പേഴ്സ് 100, 90 എനിക്ക് ആഡ് ചെയ്യണം. ജസ്റ്റ് എന്താണ് റൺ ചെയ്തു, അപ്പോൾ ഇത് കിട്ടി. ഇങ്ങനെ ഞാൻ പറഞ്ഞത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ ഫംഗ്ഷൻ മതി. ഇപ്പം ഞാൻ ഫംഗ്ഷൻ്റെ പേരെ കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ്റെ പേര് കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താണ് ആ കോഡ് അല്ലേ, ഈ ഒരു ഇതാണ് ഫംഗ്ഷൻ നെയിം. ആ നെയിമിൽ കോൾ ചെയ്ത് എന്താണ് ഈ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഔട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് ഇവിടെ ഇപ്പോൾ ഇൻബിൽഡ് ഫംഗ്ഷനൊക്കെ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ നെയിം മാത്രമേ കോൾ ചെയ്യുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബോഡിയിലുള്ള കോഡ്സിനെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ കോൾ ചെയ്യുമ്പോൾ ആ കോഡിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. അവിടേക്ക് എന്താണ് ആ പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യാണ്, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാണ്. ദെൻ എന്ത് ചെയ്യാണ്, പ്രിൻ്റ് കൃത്യമായിട്ട് തരികയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ആണ് നോർമലി ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗ്ഷനിൽ ആർഗ്യുമെൻറ്റ് ടൈപ്സ്, ഇപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് നമ്മളിപ്പം പഠിച്ചത്. അതുപോലെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പല രീതിയിൽ പാസ് ചെയ്യാൻ പറ്റും. അത് പല ടൈപ്പായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു വേരിയബിൾ നെയിം, അതായത് സം ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഫംഗ്ഷൻ്റെ ഇതിപ്പോൾ ഫംഗ്ഷൻ്റെ ബോഡിയിലല്ലേ, അതായത് ഈ സം ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ നെയിമാണ് അല്ലേ, ഇത് ഫംഗ്ഷൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് ജസ്റ്റ് സം ഓഫ് നമ്പർ കൊടുത്തു, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. എനിക്ക് എന്താ കിട്ടുന്നത്, നെയിം സം ഓഫ് നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. എന്താണ്, അങ്ങനെ ഒരു വേരിയബിൾ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വേരിയബിൾ കിടക്കുന്നത് എവിടെയാണ്, ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്, എന്നുവെച്ചാൽ ബോഡിയിലാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോക്കൽ വേരിയബിൾ. ഓക്കെ, ഇതുപോലെ തന്നെ എന്താണ് നമ്മൾ ഫംഗ്ഷൻ്റെ പുറത്തുള്ള വേരിയബിൾ എന്ന് പറയുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ ലോക്കൽ വേരിയബിൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫംഗ്ഷൻ്റെ പുറത്ത് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്കത് വേരിയബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഈ ഫംഗ്ഷൻ്റെ പുറത്തത് നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾ ഫംഗ്ഷൻ്റെ പുറത്ത് തന്നെ ഈ ഒരു വേരിയബിളിനെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ വേരിയബിൾ പ്രിൻറ്റ് കൊടുത്തപ്പോൾ എന്താണ് അത് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ കൺസെപ്റ്റൊക്കെ
ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലോക്കൽ നെയിം സ്പേസ് ഉണ്ട്, അതുപോലെ ഗ്ലോബൽ നെയിം സ്പേസ് അതുണ്ട്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫംഗ്ഷനിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓൾസോ ലോക്കൽ ഗ്ലോബൽ വേരിയബിൾ കോൺസെപ്റ്റ്സ്, അതുപോലെ ആർഗ്യുമെൻറ്റ്സ്, ഇതൊക്കെ എന്താണ് ഫംഗ്ഷനിലെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ.